റിയാദുസ്സാലിഹീനിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കേണ്ടുന്ന സുപ്രധാനമായ ചെറുതും വലുതുമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അധ്യായത്തിൽ ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ചെയ്യുന്ന പാദരക്ഷ ധരിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയിൽ നമുക്ക് പുണ്യം നേടുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരധ്യായമാണിത്. ബാബു കറാഹത്തിൽ മഷി, നടക്കൽ അനഭിലഷണീയമായ കാര്യമാണ്. മഷി, മഷ നടന്നു, മഷിയുൻ നടത്തം. കറാഹത്തിൽ മഷി എങ്ങനെ നടക്കൽ? ഫീ നഅലിൻ വാഹിദത്തിൻ, ഒറ്റച്ചെരുപ്പിൽ. നഅല് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനാണ് പറയുക. നഅല് പാദരക്ഷയ്ക്ക് എല്ലാത്തിനും മൊത്തം പ്രയോഗിക്കും. അത് ഷൂ ആവാം, അതേപോലെ തന്നെ ഒരു സാധാ സ്ലിപ്പർ, ആ നിലക്കുള്ള ചെരുപ്പുകളാവാം, ഏതോ ആവട്ടെ പാദരക്ഷകൾ അതിന് മൊത്തം പ്രയോഗിക്കുന്നതാണ് നഅല്. ഫീ നഅലിൻ വാഹിദത്തിൻ, ഒറ്റച്ചെരുപ്പിൽ നടക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഔ അല്ലെങ്കിൽ ഖുഫിൻ വാഹിദിൻ, ഒരൊറ്റ ഖുഫയിൽ കാലിൽ ധരിക്കുന്ന നമ്മുടെ മേൽജോടി എന്നറിയപ്പെടുന്ന സോക്സ് എന്നിപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതെല്ലാം ആ വകുപ്പിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ധരിച്ചിരുന്ന ഖുഫ തടവുക, ഇതൊക്കെ നമ്മൾ സാധാരണയായി കേട്ട് പരിചയമുള്ള പദങ്ങളാണ്. അപ്പോൾ ഒറ്റച്ചെരുപ്പിൽ നടക്കലും അതുപോലെ തന്നെ ഒറ്റ ഇങ്ങനെ ഖുഫിൽ ധരിക്കലും ധരിച്ച് നടന്നു പോകലുമൊക്കെ വെറുക്കപ്പെട്ട കാര്യമാണ്. ചേർത്ത് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ലിഗൈരി ഉദ്രിൻ, ലിഗൈരി ഉദ്രിൻ, കാരണമുണ്ടെങ്കിലല്ലാതെ, ഉദ്ർ ഉണ്ടെങ്കിലല്ലാതെ. അപ്പോൾ ഉദ്റുണ്ടെങ്കിൽ ഒക്കെ അനുവദനീയാകും. രണ്ടാമത്തെ വിഷയം അതോട് ചേർത്ത് പറഞ്ഞത് വകറാഹത്തി ലുബ്സിൻ നഅലി വൽ ഖുഫി, ഇതേപോലെ പാദരക്ഷയും ഖുഫയുമൊക്കെ ധരിക്കൽ വെറുക്കപ്പെട്ടതാണ്. ഖായിമൻ, നിന്നുകൊണ്ട് അത് ധരിക്കുക എന്നുള്ളത്, നിന്നുകൊണ്ട് ധരിക്കുക എന്നുള്ളത്. അതും ലിഗൈരി ഉദ്രിൻ, കാരണമുണ്ടെങ്കിലല്ലാതെ. അകാരണമായി, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ആ വിഷയത്തെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അതിൽ ഇസ്ലാം അതരുത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിഷയം മനസ്സിലായല്ലോ. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ പറയുമ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നാമത്തെ ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യംശി അഹദുക്കും ഫീ നഅലിൻ വാഹിദത്തിൻ ലിയൻഅൽഹുമാ ജമീഅൻ ഔ ലിയഖ്ലഅഹുമാ ജമീഅൻ വഫീ റിവായ ഔ ലിയുഹ്ഫിഹിമാ ജമീഅൻ മുത്തഫഖുൻ അലൈഹി. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഖാല, അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, ലാ യംശി, നടക്കരുത്. മശാ, നേരത്തെ പറഞ്ഞു മശാ, നടന്നു. മശാ എന്ന് എഴുതുമ്പോൾ ഷീന് കഴിഞ്ഞിട്ട് യാ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. എഴുതേണ്ട രൂപം അങ്ങനെയാണ്. സാധാരണ എന്തിട്ടിട്ടും എഴുതാ, അലിഫിട്ടിട്ടും എഴുതുമല്ലോ നമ്മൾ അങ്ങനെ പറയുമ്പോൾ. എന്നാൽ മശാ എന്നുള്ളതിൻ്റെ ആ മാളി മശാ എന്ന് എഴുതുമ്പോൾ ഷീന് കഴിഞ്ഞിട്ട് ഏതാ വേണ്ടത്? യാ ആണ്. അതിൻ്റെ മുളാരി എന്താ? യംശി. മശാ യംശി. നമ്മൾ പറയും ലാ യംശി, അത് നടക്കൂല. സംഗതി എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയും അത് ലാ യംശി, അത് നടക്കൂല. സാധാരണ ഒരു പ്രയോഗമാണത്. അപ്പം മശാ യംശി, അതിൻ്റെ അമ്രാണെന്ത്? ഇംഷി, നീ നടക്ക്. ലാ യംശി, കണ്ടോ, നടക്കരുത്. ലാ യംശി അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ നടന്നു പോകരുത്. ഫീ നഅലിൻ വാഹിദത്തിൻ, ഒരൊറ്റ ചെരുപ്പിൽ. ലിയൻഅൽഹുമാ ജമീഅൻ,
ഒന്നുകിൽ രണ്ടും കൂടെ നീ ധരിക്കണം. ലി അൻ അൽഹുമാ, അവ രണ്ടും ഒരാൾ ധരിക്കട്ടെ. അതും ഒരു കൽപ്പനാക്രിയയാണ്. ലി അൻ അൽ, അവൻ ചെരുപ്പ് ധരിക്കട്ടെ. ഹുമാ, ആ രണ്ടും ജമിയാൻ ഒരുമിച്ച് ധരിക്കുക. കാലിൽ ചെരുപ്പ് ധരിക്കുന്നുണ്ടെങ്കിൽ, പാദരക്ഷ ധരിക്കുന്നുണ്ടെങ്കിൽ രണ്ടും വിടണം. ഔ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ലി യഖ്ലഉഹുമാ ജമിയാൻ. ഖലഅ യഖ്ലഉ. ഓരോ വേർഡുകളും കിട്ടുമ്പോൾ നോട്ട് ചെയ്യലും പഠിക്കലും ഒക്കെയാണ് ഇതിലെ അറബി ഭാഷ പഠിക്കാനും പിന്നീട് ഈ ഹദീസുകൾ കേൾക്കാനും ഖുർആനിൽ ചില പദങ്ങൾ വരുമ്പോൾ ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ ജീവിതത്തിൽ ഉപകരിക്കും. അത് നോട്ട് ചെയ്താൽ, അത് പഠിച്ച് ഓർമ്മ വെച്ചാൽ വളരെ നന്നാകും. ഇവിടെ പറഞ്ഞ വേർഡ് എന്താണ്? ഖലഅ എന്നാണ്. ഖലഅ എന്ന് പറഞ്ഞാൽ എന്താ? ഊരിന്ന്. ഖലഅ ഊരി. നമ്മൾ വസ്ത്രം ഊരിനീനും ഖലഅ എന്ന് പറയും. ചെരുപ്പ് ഊരി വെക്കുന്നതിനും എന്ത് പറയും? ഖലഅ. അതിൻ്റെ മുളാരിഅ് യഖ്ലഉ. യഖ്ലഉ. അതിൽ നിന്നുണ്ടായ ഒരു പദം വിവാഹരംഗത്ത്, വിവാഹമോചന രംഗത്ത് നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ. ഖുൽഉ. ഖുൽഉ എന്നൊരു പ്രയോഗം ത്വലാഖിൻ്റെ ഒരു ഇനമാണ്. ത്വലാഖിൻ്റെ ഒരു ഇനമാണ്. പക്ഷെ ആൾക്കാർക്ക് പറയാൻ കഴിയൂല, കാരണം ഈ ഖാ ഉച്ചരിച്ച് പരിചയമല്ലോ. അപ്പോൾ കുല, അല്ല പെണ്ണുങ്ങൾ പറയും കുല ചെയ്യാന്ന് പറഞ്ഞിക്കണ്, കോടതി പോകണം, കാളി പറഞ്ഞിക്കണ് ഇനി കുല എന്നുള്ള ഏർപ്പാടാണ്. എന്താ ഈ കുല? കുലയൊന്നുമില്ല, ഇത് ഖുൽഉ. മുസ്ലിമീങ്ങളായി നമ്മളെങ്കിലും പഠിച്ചു വെക്കണം ഇതിൻ്റെ നിയമം. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഷാ പ്രയോഗങ്ങളും അത് ഓരോ വേർഡും ഇപ്പം അങ്ങനെയാണ്. നമ്മളെല്ലാത്തിലും ഇങ്ങനെ ഓരോ കാലം കഴിയും തോറും പിറകോട്ട് പോകുകയാണ്. നാട്ടുകാരും പത്രക്കാരും മീഡിയകളൊക്കെ എന്താണോ പ്രയോഗിക്കുന്നത് അതാ നമ്മളും പ്രയോഗിക്കുക. ഒരു മുസ്ലിം അവൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽപ്പെട്ടതാണ് ഓരോ പദങ്ങളോടും നീതി പുലർത്തി ഉച്ചരിക്കാൻ പഠിക്കണം. ഇപ്പം നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒലുയർക്കുക എന്നറിയും. എന്താ ഒലുയ? അതെന്നെ പറയാൻ അറിയില്ല. ഉദർക്ക, ചിലരൊരു അക്കീക്കർക്കുക എന്നറിയും. ചിലർ കുട്ടിക്ക് അക്കീക്കറക്കുന്നതിനെ പറ്റി മസല ചോദിക്കുമ്പോൾ പറയും, അല്ലെങ്കിൽ ഒലു എടുക്കണ്ടല്ലോ, ഒല ഇറക്കുന്ന കുട്ടിക്ക്. അപ്പം അതൊന്നും വ്യത്യാസം മനസ്സിലായിട്ടില്ല. ഉലുഹിയത്ത് എന്താ, അഖീഖത്ത് എന്താ? ഇനി ഹജ്ജിന് പോയിട്ട് അവിടെ ഒരു ഉലുഹിയത്ത് ഇറക്കണില്ലേ, പിന്നെ ഇവിടെ ഒരു ഉലുഹിയത്ത് വേണോ എന്ന് ചോദിക്കലുണ്ട്. അത് ഉലുഹിയത്തല്ല, അത് ഹദിയാണ്. ഹജ്ജിൻ്റെ അറവ് വേറെയാണ്. എന്നാൽ അത് തന്നെ അവർക്ക് മതിയാകോ ഇല്ലേ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിമീങ്ങളായ സ്ത്രീ പുരുഷന്മാരെങ്കിലും നമ്മുടേതായ മതപരമായ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന പദങ്ങൾ ശരിക്ക് പറയാൻ പഠിക്കണം. അത് പറയാൻ അറിയാത്തവനാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ ബത്താക്കക്ക് ഇവിടെ പതാക കിട്ടിയോന്ന് ചോദിക്കും. എന്താ ഈ പതാക? അത് മറ്റുള്ളവർ പ്രയോഗിക്കണം, എനിക്ക് ബത്താക്ക എന്ന് പറയാൻ അറിയില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അറബി പദങ്ങൾ ഒരു അറബി നാട്ടിൽ നിന്നുകൊണ്ട് പോലും നമുക്ക് ഉച്ചരിക്കാനോ പറയാനോ അറിയാതെ പോകുന്നത് സങ്കടകരമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഖുൽഉ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു മസലയാണ്. ത്വലാഖിൻ്റെ വേറെ രീതിയാണ്. അതായത് ആ കൂട്ടത്തിൽ അതൊന്നാണ് പഠിക്കുക നമ്മൾ ചെറുതായിട്ട്. അതായത് സാധാരണഗതിയിൽ ത്വലാഖ് എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയെ മൊഴി ചൊല്ലുന്ന രീതിയാണ്. ഭാര്യാഭർത്താക്കൾ തമ്മിൽ തെറ്റി എന്തോ പ്രശ്നങ്ങളുണ്ടായി, കാര്യമായ പ്രശ്നം ഉണ്ടെങ്കിലേ ത്വലാഖ് എല്ലാം പറ്റുള്ളൂ. അതൊക്കെ വേറെ വിഷയം. അങ്ങനെ പുരുഷൻ സ്ത്രീയെ അങ്ങോട്ട് ത്വലാഖ് ചൊല്ലുന്ന രീതിയാണെന്ത് ത്വലാഖ് എന്ന് സാധാരണഗതിയിൽ പറയാം. അതേ അവസരത്തിൽ പുരുഷൻ ഒഴിവാകണം എന്നില്ല, പെണ്ണിന് ഇയാൾ വേണ്ടതാനും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷെ സ്ത്രീ ഒരു നിലക്കും ഇയാളുമായിട്ട് പൊരുത്തപ്പെടില്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഘട്ടത്തിൽ ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകിയ അനുവാദമാണെന്ത്, നിങ്ങൾ നൽകിയ മഹർ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം, എന്നാലെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഈ മഹറാണ്ട് ഊരി കൊടുക്കുകയാണ്. അതാണ് അവിടെ ഹുല്ല്. ഇതാണ്ട് ഒഴിവാക്കിയിട്ട് ആ ബന്ധത്തിൽ നിന്നാണ്ട് ഊരി ഒഴിവാകാനുള്ള പരിപാടിയാണ്. എന്നാലും ത്വലാഖാരനെ കൊടുക്കണം, പുയ്യാപ്പിള തന്നെ കൊടുക്കണം. എന്താ തണ്ടുന്ന പോലെ വ്യത്യാസം? സാധാരണഗതിയിൽ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലിയാൽ കൊടുത്ത മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല. ഒരു കൂമ്പാരം കൊടുത്തിട്ടുണ്ടെങ്കിലും പാടില്ല എന്നുള്ളതാണ് നിയമം. അതേ അവസരത്തിൽ ഹുല്ലിലോ പെണ്ണ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, അപ്പം അത് അവളെ ആവശ്യമാണ്. അപ്പം ഇയാൾക്ക് എന്ത് ചെയ്യാം? മഹർ തിരിച്ച് വാങ്ങാം. എൻ്റെ ഒരു ചുരുങ്ങിയ നിലക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് ഹുല്. കോർട്ട് ഭാഷയിൽ പത്രക്കാരും മീഡിയകളും നമ്മളെ ആൾക്കാരും ഒക്കെ പൊതുവെ കുല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ ഇതാ കുല. ഇത് ഹുല്, ഖാ, ലാമ്, ഐന്.
അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം ഓരോ പദങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മളിത് ഹദീസിൽ വായിച്ചു. എന്ത്? ഔ ലിയഖ്ലഉഹുമാ ജമീഅൻ, ചെരുപ്പ് ധരിക്കുമ്പോൾ ഒന്നുകിൽ രണ്ടും ഇട്ട് നടക്കുക, അല്ലെങ്കിൽ രണ്ടും ഊരി വെക്കുക. വഫീ റിവായ, ഈ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത്, ഔ അല്ലെങ്കിൽ ലി യുഹ്ഫിഹിമാ, അഹ്ഫാ യുഹ്ഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതിരിക്കുക. ഔ ലി യുഹ്ഫിഹിമാ ജമീഅൻ, രണ്ടും ഒഴിവാക്കട്ടെ. അഹ്ഫാ യുഹ്ഫി എന്ന് പറഞ്ഞാൽ പാദരക്ഷ ധരിക്കാതെ നടന്നു എന്നാണ്. ചെരുപ്പൊന്നുമില്ലാതെ നടക്കണീനാണ് എന്ത് പറയുക? അഹ്ഫാ യുഹ്ഫി. പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അതിലൊരു ഹദീസ് പറയും, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർലാ. മഹ്ശറിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഹുഫാതൻ, നഗ്നപാതരായിട്ടാണ് മഹ്ശറിലേക്ക് വരിക, കാലിൽ ചെരുപ്പുണ്ടാവില്ല. അവിടെ പ്രയോഗിച്ച വേർഡെന്താണ്? ഹുഫാത്ത്. ഹാഫി, ഹാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഒഴിവാക്കിയവൻ, അതിൻ്റെ ബഹുവചനമാണ് ഹുഫാത്ത്. ഹുഫാത്ത് മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ആ പ്രയോഗം അവിടെ വന്നത് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ അതാണ് ഔലി യുഹ്ഫിഹിമാ ജമീഅൻ, രണ്ടു ഊരി വെക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വേർഡ് പറഞ്ഞതാണ്. എന്ത്? ഔലി യുഹ്ഫിഹിമാ ജമീഅൻ, അത് രണ്ടും അവൻ എന്ത് ചെയ്യട്ടെ? ഊരി വെക്കട്ടെ. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ കാലിൽ ചെരുപ്പ് ധരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഇത് അടുത്ത ഹദീസും കൂടെ പറയുമ്പോൾ അതിൽ ഒന്നും കൂടി വ്യക്തമാണ്. വഅൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്നു. അതാണ് വഅൻഹു എന്ന് പറയുന്നത്. ഇവിടെ ആളെ പറഞ്ഞില്ല, വഅൻഹു എന്നേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിൽ നിന്ന് തന്നെ. ആരായി അദ്ദേഹം? മുകളിൽ ഹദീസ് ഉദ്ധരിച്ചതാരാ? ആരാ ഉദ്ധരിച്ചത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനൊക്കെ ആരും മറക്കരുത് കേട്ടോ, എല്ലാവരും മനസ്സിലുണ്ടാവേണ്ട സഹാബിയാണ്, വലിയ മഹത്വമുള്ള സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. എത്രത്തോളം എന്ന് വെച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമൂഹത്തോട് പറയാറുണ്ട്, അള്ളാഹിൻ്റെ റസൂല് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അറിയിച്ചൊരു സന്തോഷ വാർത്ത ഉണ്ട്. എന്നെ ആരെങ്കിലും കേട്ടാൽ, എൻ്റെ ഉമ്മാനെ ആരെങ്കിലും കേട്ടാൽ അവർക്കൊക്കെ എന്നോട് സ്നേഹം ഉണ്ടാകണം ഖിയാമത്ത് നാൾ വരെ. ആവശ്യപ്പെട്ടതാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഒരിക്കൽ ആവശ്യപ്പെട്ടതാണ്. ഉമ്മ മുസ്ലിം ആയതിൻ്റെ ശേഷം. ഉമ്മ മുസ്ലിം അല്ലായിരുന്നു. ഉമ്മ മുസ്ലിം ആയതിൻ്റെ ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സന്തോഷം പങ്കുവെക്കാൻ റസൂലുള്ളാഹിയുടെ സമീപത്ത് ചെന്നിട്ട് കൊടുത്തൊരപേക്ഷയാണ്, എന്നെ, എൻ്റെ ഉമ്മാനെ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവർക്കൊക്കെ എന്നെ ഇഷ്ടാവണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എല്ലാ മുഅ്മിനീങ്ങളും ആരിഷ്ടപ്പെടും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും ഉമ്മയെയും കേട്ടവരൊക്കെ ഇഷ്ടപ്പെടുന്നു. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരൊരു കാര്യം കൂടി പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഏതെങ്കിലും നിലക്ക് വെറുപ്പ് വെച്ച് പുലർത്തുന്നവൻ ആരാവില്ല? മുഅ്മിനാവില്ല. പഴച്ചോനെ ആരെക്കുറിച്ച് കുറ്റം പറയുള്ളൂ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന പക്കാ ഹദീസ് നിഷേധിയായിരുന്ന ഒരു മൗലവി ഉണ്ടായിരുന്നു, ചേകനൂർ എന്നറിയപ്പെടുന്ന ആൾ. അയാൾ എഴുതിയ പുസ്തകത്തിൽ, പല പുസ്തകങ്ങളിൽ ഒരു പുസ്തകം അബൂ ഹുറൈറ എന്ന പെരുങ്കള്ളൻ എന്നായിരുന്നു. മഅദല്ലാഹ്. അദ്ദേഹത്തെ ഏറ്റവും വളരെ നീചമായ നിലക്ക്, വളരെ വെറുപ്പോടുകൂടി പ്രചരിപ്പിച്ചു. ഇന്നും ഞാൻ ഈ എല്ലാവരും പേരൊന്നും പറയുന്നില്ല, പല കക്ഷികളും ഇന്നും സഹാബികളെ ധാരാളമായി ചീത്ത പറയുന്നുണ്ട്. സഹാബിമാരോട് പലർക്കും നല്ല തീർത്താൽ തീരാത്തത്ര വെറുപ്പുകളുണ്ട്. പല സംഘടനയിലെ ആളുകൾക്കും അത് പ്രകടിപ്പിക്കുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് കേൾക്കുമ്പോൾ വെറുപ്പുള്ളവരുണ്ട്, കാട്ടുകള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. സഹാബിമാരെക്കുറിച്ച് മോശമായി എഴുതിയ IPH പോലെയുള്ള പുസ്തകശാലകളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ പോലും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വജന പക്ഷപാതിയായി ചിത്രീകരിക്കുന്ന വരികളുണ്ട്. സ്വന്തം മരുമകന് വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് 2 ലക്ഷം ദീനാറ് അന്യായമായി മരുമകന് വേണ്ടി പൊതുമുതലിൽ നിന്ന് എടുത്തു കൊടുത്തു എന്ന് പച്ചയായി എഴുതിയിട്ടുണ്ട്. അത് ചോദിക്കാൻ ചെന്ന അന്നത്തെ ഖജാൻജിയായ
ട്രഷററായിരുന്ന അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് നീ അത് ചോദിക്കണ്ട, നിനക്ക് ഖജാഞ്ചിപ്പണി പറ്റൂലെങ്കിൽ ചാവി മേശപ്പുറത്ത് വെച്ച് നിന്റെ പണി നോക്കി പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്ന് വരെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ വരെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് പണ്ടുള്ള ചരിത്രമൊന്നുമല്ല പറയുന്നത്, ഇപ്പം നിലവിൽ കാണുന്ന ചരിത്രങ്ങളാണ്. സ്വഹാബാക്കളെ മോശമാക്കുക, സ്വഹാബത്തിന് തെറി പറയുക, സ്വഹാബത്തിനെ വളരെ വഴിവിട്ട നിലക്ക് അവർ അധർമ്മകാരികളായിരുന്നു എന്ന് പറയുക, 2.5 ദീനാറിന് വേണ്ടി 1 ദീനാറിന് വേണ്ടി 1/2 ദീനാറിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കിയിരുന്ന സഹാബിമാരുണ്ട് എന്ന് എഴുതി വെക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ സുപരിചിതമായ ബുക്ക് സ്റ്റാളുകളിൽ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര പറഞ്ഞാൽ പോരെ? അപ്പം ആലോചിച്ച് നോക്കൂ, സഹാബത്തിനെ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ സഹാബികളെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അവരെ പഴിക്കുന്നവർ ഇസ്ലാമികമായി മറ്റൊരു രീതിയിലേക്ക് പഴച്ചുപോയ കക്ഷികൾക്കല്ലാതെ അവരെ പഴിക്കാനാവില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, വളരെ ഗൗരവത്തിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ പറയുന്നവരൊക്കെ ഉണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു നിങ്ങളോട് പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തിന് അവിടെ ബഖറ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ അറുക്കണം എന്നാണ് ഖുർആനിന്റെ കൽപ്പന എന്ന് വിശ്വസിക്കുന്ന വിഭാഗമുണ്ട് ഷിയാക്കളിൽ. മനസ്സിലാക്കണം. അവരെ കാര്യം മാത്രമൊന്നുമല്ല, കേരളത്തിലെ ഒരുപാട് ആളുകളിൽ ആ വിശ്വാസക്കാരുണ്ട്. അപ്പം ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഇന്ന് സഹാബത്തിനെ നമ്മൾ പഠിക്കണം. സഹാബത്തിനെ പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സഹാബത്തിനെ വളരെ രൂക്ഷമായി വിമർശിക്കുക, സഹാബാക്കളെ മോശക്കാരാക്കുക. സഹാബത്തിനെ മോശക്കാരാക്കിയാൽ പിന്നെ നമ്മളാരാ മുന്നോട്ട് എങ്ങനെ പോകും? ആരാ സഹാബത്ത്? അവർ നല്ലവരാന്ന് പറഞ്ഞത് ആരാ? റളിയല്ലാഹു അൻഹും എന്ന് അവരെ സംബന്ധിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഞാനും നിങ്ങളുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ടു, അവരെ അള്ളാഹിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹ് ഖുർആനിൽ അവരെ കുറിച്ച് പറയാ, അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ടു, ഇവരെ അള്ളാഹിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പോലും നമുക്ക് പഴിച്ച് സംസാരിക്കുവാൻ അവകാശമേ ഇല്ല. ഇത് അടിസ്ഥാന തത്വമാണ്, അഹ്ലുസുന്നയുടെ അടിസ്ഥാന തത്വമാണ്. നിങ്ങൾ ആരും മറന്നു പോകരുത്, നിങ്ങളുടെ മനസ്സിൽ എന്നും കൊണ്ടു നടക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരിക്കലും ഒരു സഹാബിയെയും മോശക്കാരനായി സംസാരിക്കുകയില്ല. ആരെങ്കിലും സഹാബിമാരെ മോശക്കാരാക്കി പഴി പറയുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തേക്കാണ്. അത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ട കാലമായതുകൊണ്ട് പറയുകയാണ്. കാരണം ഒരുപാട് ഇങ്ങനെ കേൾക്കും, ഒരുപാട് ഇങ്ങനെ പറയും ചെയ്യുമ്പോൾ ഗൗരവം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് ആളുകൾക്ക്. അപ്പം കുഴപ്പമൊന്നുമില്ല, അതേതോ ഒരാളെക്കുറിച്ച് പറയണമാതിരിയാണ്. അല്ല, സഹാബത്താരും തെറ്റുപറ്റാത്തവരാന്നല്ല, തെറ്റുപറ്റാത്തവർ പ്രവാചകന്മാർ മാത്രമേ ഉള്ളൂ. അതേ അവസരത്തിൽ അവരൊക്കെ നീതിമാന്മാരാണ്. അബദ്ധങ്ങൾ സംഭവിക്കാം. സഹാബികൾക്കിടയിലും യുദ്ധങ്ങളുണ്ടായില്ലേ, ചേരിതിരിഞ്ഞ് യുദ്ധങ്ങളുണ്ടായില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്താൻ അർഹരല്ല. അതൊക്കെ അവരവരുടേതായ ഗവേഷണങ്ങളിൽ പറ്റിയ അബദ്ധങ്ങൾ മാത്രമാണെന്നും അവരെല്ലാവരും നമ്മുടെ കണ്ണിൽ ഒരേപോലെ തന്നെ നമ്മൾ അവരെ കാണണമെന്നുമാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇതൊന്നും മറന്നു പോകരുത്. മൗലികമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരൊറ്റ സഹാബിയെക്കുറിച്ചും അവർ മോശമായിരുന്നു പറയാൻ പാടില്ല. എല്ലാവരും അവരൊക്കെ നല്ലവരാണ് എന്നേ പറയാൻ പാടുള്ളൂ. കാരണം അള്ളാഹ് അവരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും പറഞ്ഞാൽ എന്താണ്? അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതാരും മറന്നു പോകരുത്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ടീമൊന്നും ഇതൊന്നും കേൾക്കണില്ല, അവരിതൊന്നും അറിയണില്ല. ഏതോ ഇപ്പം അടുത്ത കാലത്ത് ജീവിച്ച ഒരു നൂറ്റാണ്ടോ അല്ലെങ്കിൽ 4, 5, 6, 7 നൂറ്റാണ്ടൊക്കെ മുമ്പുള്ള ഏതെങ്കിലും ആൾക്കാരെ വിമർശിക്കുന്നത് പോലെയാണ് സഹാബത്തിനെ വിമർശിക്കുന്നത് എന്ന് ഒരാളും മനസ്സിലാക്കരുത്. അത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെയാണ് മുസ്ലിം ലോകത്തിന് ധാരാളക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേർക്ക് നേരെ കേട്ട് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇസ്ലാം വിരുദ്ധ ശക്തികൾ മുഴുവനും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും ഇതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്താ കാരണം? അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കിയാൽ ഇസ്ലാമിനെ ഒന്നുമല്ലാതാക്കാൻ ശ്രമങ്ങൾ അവർക്ക് നടത്താം. അതിനു വേണ്ടിയാ. നെടുന്തൂണാണ് വെട്ടിട്ടാ പിന്നെ മേലുള്ള പെരണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും അബൂ ഹുറൈറനെ വല്ലാതെ ആക്ഷേപിക്കാൻ പോണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നുണ്ട്, പല സഹാബിമാരെയും ആക്ഷേപിക്കുന്നുണ്ട്. ഗൗരവമാണ്, തിരിച്ചറിയണം. അപ്പോൾ വിഷയത്തിലേക്ക് മടങ്ങാം. അദ്ദേഹം പറയാണ് വീണ്ടും അടുത്ത ഹദീസ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഇദൻഖതഅ മുറിഞ്ഞാൽ, ഇൻഖതഅ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു, ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ചു, ഇൻഖതഅ എന്ന് പറഞ്ഞാലോ മുറിഞ്ഞു. ഇദൻഖതഅ മുറിഞ്ഞു പോയാൽ, എന്ത് മുറിഞ്ഞു പോയാൽ? ഷിസ്ഉ നഅ്ലി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ ചെരുപ്പിൻ്റെ വള്ളി. ഷിസ്ഉ ചെരുപ്പിൻ്റെ വാറ്, വള്ളി എന്നൊക്കെ പറയില്ലേ, അതാണ് ഷിസ്ഉ. അങ്ങനെ നിങ്ങളുടെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ, ഇത് സാധാരണ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ, അതുകൊണ്ട് പറയണം, അവിടുത്തെ നിയമം പറയണം. ഫലാ യംശി ഫിൽ ഉഖ്റാൻ, മുറിയാത്തത് ഇട്ട് നടക്കരുത്. പൊട്ടാത്ത ചെരുപ്പിട്ടിട്ടും ഒറ്റക്കാലുമ്പോൾ ചെരുപ്പിട്ടിട്ട് ഇങ്ങനെ നടക്കരുത്. ഇതാ തുടക്കത്തിൽ പറയുമ്പോൾ നമ്മൾ സംശയിച്ചില്ല, എന്താ പോയി പറയണ്, ആരാപ്പോൾ ഒറ്റക്കാലുമ്പോൾ ചെരുപ്പിടുക, എന്താ പോയി പറയണ്? അതാണ് ഈ ഹദീസ് വായിക്കുമ്പോൾ സംഗതി മനസ്സിലാവും എന്ന് പറയുന്നത്. ഹത്താ യുസ്ലിഹഹാൻ, പൊട്ടിയ ചെരുപ്പ് നന്നാക്കിയിട്ട് രണ്ടും കൂടി ഇടണമെന്ന്, അല്ലെങ്കിൽ രണ്ടും ഒഴിവാക്കണമെന്ന്. നമ്മളെന്ത് ചെയ്യും? ഒരു ചെരുപ്പ് പൊട്ടി നിൽക്കുക, മറ്റേ കൊണ്ട് കുറേ ഇങ്ങനെ നടക്കും, ഒന്നുമ്മ ചവിട്ടിയിട്ട് അങ്ങനെ പാടില്ല. നല്ല ചെരുപ്പ് ഊരി കയ്യിൽ പിടിക്കുക, പൊട്ടിയത് അവിടെ ഇടുക, അല്ലെങ്കിൽ പൊട്ടിയത് കയ്യിൽ വെച്ചങ്ങാണ്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് അത് തുന്നണ ആളാരാണെങ്കിൽ അയാളെ കൊണ്ട് തുന്നിച്ചിട്ട് ഇടുകയാണെങ്കിൽ രണ്ടും ഇടണം, ഊരുകയാണെങ്കിൽ രണ്ടും ഊരണം. ഒറ്റക്കാലിൽ പാദരക്ഷ അണിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്? നടക്കരുത്. അതാണ്. അപ്പം മതപരമായിട്ട് ഇസ്ലാമിൽ അതിലൊരു പുണ്യകർമ്മമാണ്, ഒരു ഹറാമൊന്നുമല്ല പോയി പറയണത്. എന്നാൽ ഒരാൾ വിചാരിക്കാണ് മുഹമ്മദ് നബി അത് പറയാൻ ആരാ? ഒരു ചെരുപ്പിടണമൊക്കെ വലിയൊരു വിഷയമാണ്, വലിയ കാര്യമായിട്ട് പറയപ്പെടെ മുസ്ലിമീങ്ങളെ കയ്യും കാലും വെട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ കാലും വിടുന്ന ചെരുപ്പിൻ്റെ വിഷയം കൊണ്ടുവരുന്നത് ഓരോരുത്തർ പൊയ്ക്കാണി അവിടുന്ന്, അതൊന്നും ഇപ്പോൾ ഒരു വലിയ ബടാ വിഷയമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ അതിനെ കളിയാക്കിയിട്ട് ഞാനൊന്ന് നോക്കട്ടെ, ഒറ്റക്കാലിൽ ഷൂവും സോക്സ് ഇട്ടൊന്ന് നടന്നോക്കട്ടെ 1 കിലോമീറ്റർ, എന്താ ഇവിടെ ആകാശം ഇടിഞ്ഞു പോകുന്നില്ലോ, ആകാശം ഇടിഞ്ഞു വിളിഞ്ഞു പോകുമോ എന്നൊക്കെ ഒന്ന് നോക്കുക എന്നൊക്കെ ഒരുത്തൻ അതിനെ ഒരു അവഗണനയും പരിഹാസ മനോഭാവത്തിലോ പറയണതെങ്കിലോ അത് ഹറാമാകും. ഹറാമാകുന്നു മാത്രമല്ല, ചിലപ്പോൾ ഇസ്ലാമെന്നാണ് പുറത്തേക്കും പോകും, ഇസ്ലാമെന്ന് പുറത്തേക്കും പോകും. അതും മനസ്സിലാക്കി വെച്ചോളിൻ. മൗലികമായ ഇന്നത്തെ ക്ലാസ്സിലെ 2ാമത്തെ പോയിന്റ്, ഒരു സുന്നത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ശരിക്കും മനസ്സിലാക്കിക്കോളിൻ. ഇസ്ലാമിൽ പുണ്യകർമ്മമായ ഒരു കാര്യം നിർബന്ധമൊന്നുമല്ല, ഒരു പുണ്യകർമ്മം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഒഴിവാക്കി നിങ്ങൾക്ക് കുറ്റമുണ്ടോ? ഇല്ല. ചെയ്താൽ നിങ്ങൾക്ക് പുണ്യല്ലേ? ഉണ്ട്. ഇതിനാണ് സുന്നത്ത് എന്ന് പറയാം. എന്നാൽ ഉദാഹരണം പറയണേ, ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കൽ ശക്തമായ സുന്നത്താണ്. ഒരാൾക്ക് തിരക്കുകൊണ്ട് അത് പറ്റിയില്ല, നാൾക്കത് വീണ്ടെടുക്കുക. ളുഹറിൻ്റെ ശേഷം അയാൾക്ക് നിസ്കരിക്കാട്ടോ. ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്തും നിസ്കരിച്ചിട്ട് പിന്നെ ഈ മുമ്പുള്ള നഷ്ടപ്പെട്ടത് ഞാൻ ഖളാവ് വീട്ടുന്നു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്കത് വീണ്ടെടുക്കുക. അതൊക്കെ ചെയ്യണം, അതൊക്കെ വേറെ മസലയാണ്, അങ്ങോട്ടൊന്നുമല്ല ഞാൻ പോണത്. ഒരാൾ അങ്ങനെ സംഗതിവശാൽ ഒരാൾക്ക് പറ്റിയില്ല, അയാൾ കുറ്റക്കാരനൊന്നും ആവില്ല. അതേ അവസരത്തിൽ ഒരുത്തം പറയണേ, ഇവിടെ ളുഹർ 4 നിസ്കരിക്കാൻ തന്നെ ഇവിടെ വയ്യ, അതിൻ്റെ അടിയിലപ്പം അതിൻ്റെ മുമ്പൊരു 4 നിസ്കരിക്കണം എന്നൊരു നിയമം കൂടി വരരുത്, എന്നെ കൊണ്ട് പറ്റൂല. ആ വർത്താനം ധിക്കാരമാണ്, അത് പരിഹാസമാണ്, അത് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വർത്തമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നടക്കുന്ന ഒരു സദസ്സിൽ ഒരു വ്യക്തി ഇടത്തെ കൈകൊണ്ട് തിന്നാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വലത് കൈ ഉപയോഗിക്കൂ സഹോദര. വലത് കൈ കൊണ്ട് തിന്നണം, വലത് കൈ കൊണ്ട് കുടിക്കണം. മുഖത്തടിച്ച മറുപടി പോലെ മുത്തു മുസ്തഫയുടെ മുഖത്ത് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂലാന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ മസ്തതഅത്, ഇനി നിനക്ക് പറ്റൂലാന്ന്, ഇനി നിനക്ക് പറ്റൂല. എന്താ അതിൻ്റെ ബാക്കി പത്രം? ആ മനുഷ്യൻ മരണം വരെ പിന്നെ അയാളുടെ വലത് കൈ വായിലേക്ക് പൊക്കാൻ കഴിഞ്ഞിട്ടില്ല, കൈ കുഴഞ്ഞുപോയി. എന്താ ഇവിടെ വിഷയം? നമ്മളറിയാതെ എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ഇടത്തെ കൈ കൊണ്ട് കുടിച്ചാൽ അത് തെറ്റല്ല, നമ്മളറിയാതെ അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഒരാൾ ഉപദേശിക്കുമ്പോൾ ഇവനൊക്കെ ഏത് കാട്ടുന്ന നീറ്റി വരുന്നത്, 6-ാം നൂറ്റാണ്ടിന്ന് ബസ് ഇട്ടാത്തോൻ എന്താ ഇപ്പോൾ ഇവിടെ വലത്തെ കൈ കൊണ്ടാണ്, വലത്തെ കൈ കൊണ്ട് ഓടിച്ച് ആകാശം ഇടിഞ്ഞൊളിഞ്ഞു പോവുക. ഈ വിധി അവന് വരും. അവൻ ധിക്കാരിയാണ്, അവൻ അഹങ്കാരത്തിൻ്റെ വർത്തമാനമാണ് പറയുന്നത്. അവിടെ മസ്അല വേറെയാണ്. ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും, ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു എന്ന് മാത്രമല്ല അതിനോട് പുച്ഛമനോഭാവം സ്വീകരിക്കുന്നതും ഇസ്ലാമികമായ വീക്ഷണത്തിൽ രണ്ടും രണ്ട് വിധിയാണ്. മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പോയിന്റാണ്. മൗലികമായ ഒരു തത്വമാണത്. ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അതിനെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് വരുമ്പോൾ നിയമം മാറും, കളി മാറും. സൂറത്ത് തൗബയിലൊക്കെ ആയത്തുകളുടെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ട് മുനാഫിക്കങ്ങളിൽ ചില ആൾക്കാർ കളിയാക്കിയപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ പറഞ്ഞു, നബി ഞങ്ങളത് വെറുതെ തമാശയാക്കിയതാണ്. അവിടെ ഖുർആൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങളെ തമാശ ദീനിൻ്റെ കാര്യത്തിലാ. അത് കഫർതും ബഅദ ഈമാനിക്കും, കഫറായി പോയിരിക്കുന്നു, നിങ്ങളെ ഈമാനിൻ്റെ ശേഷം നിങ്ങൾ കുഫറിലെത്തിയിരിക്കുന്നു. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. മുസ്ലിം ഉമ്മത്തിലെ ഓരോ മെമ്പറും പഠിച്ചു മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അടിസ്ഥാന ഘടകങ്ങളാണിതൊക്കെ. എത്ര ആളുകളാണെന്നറിയോ ഓരോ വേദികളിൽ വെച്ചിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കൊഞ്ഞനം കുത്തുന്നത്, പരിഹസിക്കുന്നത്, പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും നിയമം വേറെ, ഒരു കാര്യം ഒരാൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ നിയമം വേറെ. അതാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എ മുതൽ സെഡ് വരെ നിയമങ്ങളുള്ള മതമാണ്. അതിൽ ചെറിയ രംഗത്തും വലിയ രംഗത്തും ഒക്കെ ഉള്ള നിയമം പറയും. ഇപ്പം ഇതൊരു നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ? എന്തപ്പം ഇത്ര നിയമം പറയുള്ളത്? ആരാപ്പോ ഇതൊക്കെ ചെയ്തിരുന്നില്ലേ? ഇപ്പം ചെയ്യാനുണ്ടാവില്ല. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ആകെ അന്ന് ചെറുപ്പത്തിൽ നമുക്ക് ആകെ ഒരു വള്ളിച്ചെരുപ്പം ഉണ്ടാവുക. നിങ്ങളൊക്കെ പഴയ കാലം ആലോചിച്ചോളും. ഇവിടെ ഉള്ള കുറച്ച് മുതിർന്നവർ, ന്യൂ ജനറേഷനോട് ഞാൻ ചോദിക്കണില്ല, കാരണം അവരൊക്കെ വെള്ളിക്കരണ്ടിയേട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സുഖത്തിൻ്റെ ലോകത്തേക്ക് പറന്നു വീണവരാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ മദ്രസയിലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആകെ ഒരു ചെരുപ്പുണ്ടാവുക. അത് തേഞ്ഞ് അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ടയർ വെച്ച് പിടിപ്പിക്കും. അതിൻ്റെ ഒരു വള്ളി പൊട്ടിയാൽ പിന്നെ എന്തായിട്ട് ഒറ്റക്കാലുമ്പോൾ ചെരുപ്പിട്ടിട്ട് ഇങ്ങനെ വരും വീട്ടിക്ക്. ചെരുപ്പത്തിൻ്റെ അടുത്തേക്ക് നടന്നിങ്ങനെ പോകും, ഒറ്റക്കാലം ഇട്ടിട്ട്. രണ്ടും കൂടി ഊരി പിടിക്കൂല. ഒന്നും വിലയിലും മുള്ളുത്തണ്ടല്ലോ വിചാരിച്ചാൽ ഈ കൊക്കിച്ചാടിയിട്ടൊക്കെ ഇങ്ങനെ പോവും. ഇത് ചെയ്തിരുന്നാണ്. ഇതിനേക്കാൾ ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടം. ഇന്നിപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നു എന്ത്? ഒരു കാലുമ്മ ചെരുപ്പിട്ട് നടക്കരുത് എന്ന്. കാലുമ്മ മുള്ളുത്തൽ മാത്രമൊന്നുമല്ല, ആരോഗ്യപരമായിട്ട് ഒട്ടേറെ പ്രശ്നമുണ്ട്. ഇംബാലൻസ് ആണ്. മനുഷ്യൻ്റെ ബോഡിക്കൊരു ബാലൻസ് ഉണ്ടല്ലോ. ഒരു കാല് ഉയരത്തിലും ഒരു കാല് ഇതായാലും കുറച്ചൊന്ന് നടന്നു നോക്കണം. ഏതെല്ലാം രോഗങ്ങൾ വരും. ഇടുപ്പ് വേദന, ഒരു ഭാഗത്തേക്ക് സൈഡ്, മറ്റേതെല്ലാം പ്രയാസങ്ങൾ, നട്ടെല്ല് പ്രശ്നം,
പിന്നെ ബാലൻസിൻ്റെ പ്രശ്നം, 100 കൂട്ടം കാര്യങ്ങൾ പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ മെഡിക്കൽ കോളേജിൽ പോയിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമല്ല ഈ പറയുന്നത്. ഇതൊക്കെ വഹീൻ്റെ വെളിച്ചത്തിൽ പറയാണ്. ഇസ്ലാം ഒരു കാര്യം പറയുമ്പോൾ അതിലൊക്കെ മതപരമായിട്ടുള്ള ഒരു നിയമം പറയുമ്പോൾ അതിലൊക്കെ ഏത് കാലഘട്ടത്തിലും മനുഷ്യന് ഖൈറുള്ളതേ പറയൂ, ഏതെങ്കിലും വിധത്തിൽ ഷറുള്ളതൊക്കെ ഒഴിവാക്കാൻ പറയും. അപ്പോൾ നിങ്ങളുടെ ചെരുപ്പ് ഇങ്ങനെ ധരിച്ച് പോവുകയാണ്. ഒരു ചെരുപ്പ്, ഇനി ഒരു ഷൂ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗശൂന്യായാൽ എന്നാൽ പിന്നെ ഒന്നിട്ടിട്ടാണ് പോട്ടെ എന്ന് വിചാരിക്കണ്ടാന്ന്. രണ്ടും കൈ പിടിക്കുക, എന്നിട്ട് നന്നാക്കിയിട്ടിടുക. അതാ പറയുന്നത്. ഇതങ്കത്ത മുറിഞ്ഞു പോയാൽ ഷിസ്ഉ വള്ളി നഅലിയായതിക്കും, നിങ്ങളിൽ ഒരാളുടെ ചെരുപ്പിൻ്റെ വാറ്, പട്ട, വള്ളി അതൊക്കെ മുറിഞ്ഞു പോയാൽ ഫലാ യംശി ഫിൽ ഉഖറ, അവൻ മറ്റേതിൽ നടക്കരുത്. ഏതുവരെ? ഹത്താ യുസ്ലിഹഹാ, അതവൻ നന്നാക്കുന്നത് വരെ. അസ്ലഹ യുസ്ലിഹു, മറ്റേ ചെരുപ്പ് നന്നാക്കുന്നത് വരെ. അതാണ് ഹത്താ യുസ്ലിഹഹാ, ആ ചെരുപ്പ് നന്നാക്കുന്നത് വരെ. റവാഹു മുസ്ലിം റഹിമഹുല്ല. ഓരോ മര്യാദകളും ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ വിഷയത്തിലും ഉണ്ട് ഇസ്ലാമിന് പറയാൻ. അപ്പം അത് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ ഹദീസ് കേട്ടോളൂ. വഅൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യൻതഇല റജുലു ഖായിമൻ. റവാഹു അബൂ ദാവൂദ് ബിഇസ്നാദിൻ ഹസനിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാ അത് കേട്ടത്? സഹാബി ആരാ? ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ, നഹാ അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്, അൻ യൻതഇല റജുലു, ഒരാൾ ചെരുപ്പ് ധരിച്ച് നടക്കൽ വിരോധിച്ചിരിക്കുന്നു. ഇൻ തഅല, കണ്ടോ ആ വേർഡ് ഇട്ടില്ലേ? ചെരുപ്പിട്ടു എന്ന് എങ്ങനെ പറയാ? ഇൻ തഅല യൻതഇലു, നഅൽ ധരിച്ചു. അൻ യൻതഇല റജുലു, ഒരാൾ ചെരുപ്പ് ധരിച്ച് നടക്കൽ വിരോധിച്ചിരിക്കുന്നു. എങ്ങനെ ചെരുപ്പ് ധരിക്കൽ കേട്ടോ, ഖായിമൻ, നിന്നുകൊണ്ട്. ഇപ്പം ചെരുപ്പ് ഇടുന്നതിൻ്റെ ഒരു സുന്നത്ത് എന്താണ്? ഇരുന്ന് ചെരുപ്പ് ധരിക്കുക എന്നുള്ളതാണ്. പാദരക്ഷ ധരിക്കേണ്ടത് ഇരുന്നു കൊണ്ടാണ് ഏറ്റവും ഉത്തമം. നമുക്ക് കൂലിയിട്ടൊന്ന്. ഞാൻ അതിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ, അത് റിയാദു സാലിഹീനിലില്ല, സമാനമായി അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സുന്നത്ത് മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് കേട്ടോളൂ. ഇദൻ തഅല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ, ഫൽ യബ്ദഅ ബിൽ യുംന, അവൻ ആരംഭിക്കട്ടെ, ബിൽ യുംന, വലതു ഭാഗം കൊണ്ട്. ഇപ്പോൾ ചെരുപ്പിടുകയാണെങ്കിലും സോക്സ് ഇടുകയാണെങ്കിലും ഷൂ ഇടുകയാണെങ്കിലും ഒക്കെ ആദ്യം ഏത് കാലിൽ ധരിക്കണം? വലത് കാലിൽ. വഇദാ ഖലഅ, അവൻ പാദരക്ഷ ഊരുമ്പോൾ, ഫൽ യബ്ദഅ ബിശ്ശിമാലി, നേരെ ഓപ്പോസിറ്റ്, ഇടത്തെ കാലിൽ കൊണ്ട് ആരംഭിക്കട്ടെ. ഇപ്പം ധരിക്കുമ്പോൾ വലത്തെ കാലിന് മുൻഗണന, ഊരുമ്പോഴോ ഇടത് കാലിന് മുൻഗണന. അപ്പോൾ ഇദൻ തഅല അഹദുക്കും ഫൽ യബ്ദഅ ബിൽ യുംന, അവൻ വലത്ത് കാല് കൊണ്ട് തുടങ്ങട്ടെ. അപ്പം ധരിക്കുന്നതും ഊരുന്നതും അല്ല, ഏതാണ് ഊരുമ്പോഴും അവസാനം വലത്തേത്, ധരിക്കുമ്പോൾ തുടക്കവും ഏതാണ്? വലത്തേത്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ എത്ര തവണ നമ്മൾ ഷൂടുന്നുണ്ട്, എത്ര തവണ സോക്സ് ധരിക്കുന്നുണ്ട്, എത്ര തവണ ചെരുപ്പിടുന്നുണ്ട്, ഒന്ന് മനസ്സ് വെച്ചാൽ മലക്കുകൾ നമുക്ക് ഹസനത്തായിട്ട് രേഖപ്പെടുത്തും. ചിലവൊന്നുമില്ല, ഇനി ചിലവൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളിലും വലതുവശത്തെ മുന്തിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. യുഅ്ജിബുഹു തയമ്മുൻ, അള്ളാഹുവിൻ്റെ റസൂലിന് പെരുത്ത് ഇഷ്ടമായിരുന്നു. അത്തയമ്മുനു, എന്താ തയമ്മുൻ എന്ന് പറഞ്ഞാൽ? വലത്തേതിനെ മുന്തിക്കൽ. തയമ്മന, തയമ്മുമല്ല, നമ്മൾ ഉളുവിന് പകരമുള്ള തയമ്മുമല്ല, അത് അവസാനം നൂനാണ്. തയമ്മുന്, യമീന്, അതാ തയമ്മുന്. ഏതൊക്കെ കാര്യങ്ങളിൽ? ഫീ തനഉലിഹി, ചെരുപ്പ് ധരിക്കുമ്പോഴും, വഫീ തറജ്ജുലിഹി, മുടി ചീകുമ്പോഴും,
വഫീ തഹൂരിഹി ശുദ്ധിയാക്കുമ്പോൾ ഉളുവെടുക്കുമ്പോഴും വഫീ ശഅനിഹി കുല്ലിഹി ഇടത്തേത് മുന്തിക്കണം എന്ന് പറഞ്ഞതല്ലാത്ത എല്ലാ കാര്യങ്ങളിലും ഏതിനായിരുന്നു മുൻഗണന? വലത്തേതിനായിരുന്നു മുൻഗണന. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതിലൊരു ഉദ്ദേശത്തോടു കൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ചെലവുമില്ല. പലതവണ നമ്മൾ ചെരുപ്പിടുന്നുണ്ട്, ഊരുന്നുണ്ട്, ഇതിലൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും. അത് അതിൻ്റെ ഒരു മര്യാദ അവിടെ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ധരിക്കുമ്പോൾ ഇനി നിന്ന് ധരിക്കലാണ് പുണ്യം. നിന്ന് ധരിക്കലാണ് പുണ്യം. ഇതിപ്പോൾ നമ്മൾ പാൻറ് ഇടുമ്പോൾ, ഒരാളിപ്പോൾ പാൻറ് ധരിക്കുകയാണ്, അണ്ടർവെയർ ധരിക്കുകയാണ്, ആദ്യം വലത്തേ കാലിടുക, പിന്നെ ഇടത്തേ കാലിടുക, ഊരുമ്പോൾ ഇടത്തേന്ന് ഊരിയിട്ട് അവസാനം വലത്തേന്നാക്കുക. ഇതൊക്കെ ഈ നിയമമുണ്ട്. ഷർട്ട് ഇടുകയാണ്, ആദ്യം വലത്തേ കൈ ഇടുക, പിന്നെ ഇടത്തേ കൈ ഇടുക, ഊരുമ്പോഴോ ഇടത്തേ കൈ ഊരുക, ലാസ്റ്റ് വലത്തേ കൈ ഒന്ന് ഊരുക. ചെലവുണ്ടോ? ഒന്ന് മനസ്സ് വെച്ചാൽ പുണ്യങ്ങൾ നേടില്ലേ നമ്മൾ. 2 ഉറുപ്യ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ വെയിലും കൊണ്ടിട്ട് ക്യൂ നിൽക്കൂലേ? 2 കിലോമീറ്റർ അപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകൂലേ? ഇന്ന് ഉള്ളിക്ക് നല്ല ഓഫറാണ്, 5 ഉറുപ്യുള്ള ഉള്ളിക്ക് അവിടെ 2 ഉറുപ്യക്ക് കൊടുക്കുത്രേ. വെയിലുകൊണ്ട് പോവും നമ്മൾ അടുത്ത ഓഫറുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക്. എന്താ ഉള്ളി എന്നില്ലെങ്കിൽ നിങ്ങൾ ആകാശം ഇടിഞ്ഞു വിളിഞ്ഞു പോകുമോ? ആ ചോദ്യമാണല്ലോ എല്ലാവരും ചോദിക്കണം. എന്താ ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വിളിഞ്ഞു പോകുമോ? എന്താ നമുക്ക് ദുന്യാവിനോടുള്ള താല്പര്യം ആഖിറത്തിന്റെ കാര്യത്തിൽ കാണാത്തത്? സുന്നത്തല്ലേ, സുന്നത്തല്ലേ എന്നാണ്. ഒരു ചോറും കൂട്ടാനും മാത്രം ഭാര്യ, ചോറും കറിയും മാത്രം ടേബിളുമ്മൽ ഉച്ചക്ക് വിശന്നിങ്ങനെ ചെന്നപ്പോൾ ഭാര്യ വിളമ്പിക്കൊടുന്ന് വെച്ചാൽ ചോദിക്കും നമ്മൾ, ഇതുള്ളൂ ഇല്ലെങ്കിൽ പറയായിരുന്നില്ലേ? വിശന്നിട്ട് മനുഷ്യന് വയ്യ, എന്താ ചോറുന്നാനൊരു കറി പോരെ? അതല്ലേ നിർബന്ധമുള്ളൂ. പച്ചച്ചോറുന്നണ്ട, ഒരു ചോറ് തിന്നപ്പോൾ നമുക്കൊരു കൂട്ടം പോരെ? എനിക്ക് മീൻ എക്സ്ട്രാ വേണോ? ഉപ്പേരി വേണോ? അച്ചാറ് വേണോ? പപ്പടം വേണോ? മെഴുക്ക് വരട്ടി വേറെന്തെങ്കിലും വേണോ? ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലെങ്കിൽ ചൂടാകണമില്ലേ? ഇതൊക്കെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ എന്തേ വേണ്ടുള്ളൂ, അതൊന്നും നിർബന്ധ ഘടകമല്ല. പക്ഷെ ദീനിൻ്റെ കാര്യത്തിൽ നമുക്കതൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മളെ കണ്ണും മൂറൊക്കെ ചോക്കും. ദീനിൻ്റെ കാര്യത്തിലോ അന്നോ ഉച്ചക്ക് ചോറുന്നാൻ വരുന്നതിൻ്റെ മുമ്പ് ളുഹറിന് 4 റക്അത്ത് മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ടായിരുന്നു. സുന്നത്തല്ലേ പോട്ടെ, അതൊന്നും പോയില്ലൊരു കാര്യമില്ലല്ലോ. ഇവിടെ ളുഹറ് 4 റക്അത്തെങ്കിലും ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, മറ്റോനാവില്ലല്ലോ എന്നാ നോക്കണത്. സുബൈക്ക് ജമാഅത്തിനോത്തം വിചാരിക്കണം എന്താണ്, ഞാൻ ഇവിടെ ളുഹറിനെങ്കിലും നിസ്കരിക്കണ്ടല്ലോ, മറ്റോ സുബൈക്കും പോകാതെ പള്ളി കിടക്കല്ലേ, ഞാൻ തന്നെ ഉഷാറ്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞാൽ എന്താ പറയുക, ദീനിൻ്റെ ഈ ദുന്യാവിൻ്റെ ഈ കാര്യത്തിൽ ആരോമാർക്ക് തിരിച്ചിടാനാ. ദീനിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നിന്നെ കാണാൻ ഉഷാറുള്ളവരിലേക്കാണ് നീ നോക്കേണ്ടത്. ദുന്യാവിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോഴാണ് എങ്ങോട്ട് നോക്കാൻ പറഞ്ഞത്? താഴത്തേക്ക് നോക്കിക്കോന്ന്. നമ്മൾ നേരെ ആരോ തിരിച്ചിട്ടു. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എന്തിനാ, ഒരു ചോറ് തിന്നാൻ ആവശ്യമുള്ളത് ഫർള് പത്രല്ലേ ഉള്ളൂ, പക്ഷെ നമുക്ക് അതിലൊന്നും ഫർള് പോരാ. ദീനിൻ്റെ കാര്യം വരുമ്പോൾ ആര് സുന്നത്തല്ലേ, അതൊക്കെ പത്ര ഗൗരവമായിട്ട് പറയാണ്ടോ? ഗൗരവമായിട്ട് പറയണ്ടോന്ന് ഓരോരുത്തരുടെ വീട്ടിലെ ഭാര്യമാരോടൊന്ന് ചോദിച്ചു നോക്കണ്ടേ, ഗൗരവം ഉണ്ടോ ഇല്ലേന്ന്. അതാണ് നമ്മൾ ഇത് ഉദാഹരണം പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മൾ ചിന്തിക്കാനാ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ത്യാഗം സഹിക്കാൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ, എന്തെങ്കിലും ദീനിൻ്റെ ഒരു കാര്യം അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ എത്രത്തോളം മനസ്സുണ്ട്. എല്ലാം നമ്മളാണ് നിസ്സാരാക്കുകയാണ്, എല്ലാം നിസ്സാരാക്കുകയാണ്. നിങ്ങൾ നോക്കി സഹാബത്തിൻ്റെ ഒക്കെ ചരിത്രം നോക്കൂ നിങ്ങൾ. പല സഹാബിമാർ ഒരു ഹദീസാണ് കേട്ടാൽ അവർ പിന്നെ പറയാറെന്താണെന്നറിയോ, ഞാനത് കേട്ടതിൻ്റെ ശേഷം മരണം വരെ ഒഴിവാക്കിയിട്ടില്ല. എന്താ അത് ഫർളായിട്ടാ? എന്നിട്ടും അവർക്ക് മരിക്കണ നേരത്തെ പേടി തന്നെയാണ്, സ്വർഗത്തിലേക്ക് പോവോ നരകത്തിലേക്ക് പോവുമെന്ന്. നമ്മളിപ്പോൾ എന്താ ഓക്കെയാണ്, നമ്മളൊക്കെ ഇപ്പോൾ സ്വർഗത്തിലേക്കാണ്. ആ ഒരൊറ്റ തടസ്സേ ഉള്ളൂ, മരിച്ചിട്ടില്ല, മരിച്ച സ്വർഗത്തിലാണ്. സുഹൃത്തുക്കളെ, ഇത് തമാശയായിട്ട് പറയുന്നതല്ല, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇസ്ലാം ഇന്നത്തെ തലമുറ, ഇന്നത്തെ ഒരു ജനതക്കുള്ളൊരു കുഴപ്പം എന്തിനേയും ഒരു എന്താക്കലാണ്, ഒരു പുച്ഛിക്കലാണ്, ഒരു കൊച്ചാക്കലാണ്, ഒരു പ്രശ്നമാക്കലാണ്. അതിൽപ്പെട്ടതാപ്പത്. കാലന്നെ വേണ്ട, മുസ്ലിമിൻ്റെ കാലന്നെ വെട്ടണം എന്നൊരു കൂട്ടർ പറയുന്നിടത്തപ്പോൾ കാലും വിടുന്ന ചെരുപ്പിൻ്റെ നിയമം പറയാൻ വന്ന് നിൽക്കണത് മനേന്ന് അങ്ങനെ കളിയാക്കുക.
തല തടവൽ പൂർണ്ണമായി തടവണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞാണ്, മുസ്ലിം സമുദായത്തിൻ്റെ തല വെട്ടണം എന്ന് ഒരു കൂട്ടർ പറയുന്നിടത്ത് അപ്പം തലമ്മ എങ്ങനെ തടവണം എന്ന് ചില ആൾക്കാർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന്. അവനിക്കത് പുച്ഛമായി തോന്നുന്നു. മുത്തു മുസ്തഫാക്ക് നേരം പോക്കിന് പറഞ്ഞോന്നല്ലത്. അള്ളാഹിൻ്റെ റസൂല് ഏറെ ത്യാഗം സഹിച്ച് ഈ ദീനി സമൂഹത്തിന് പകർന്നു കൊടുത്തത് അവിടുത്തേക്ക് നേരം പോക്കിനും ടൈം പാസിനും വേണ്ടി ഇവിടെ ഓരോന്ന് പഠിപ്പിച്ചു പോയതല്ല. അത് അംഗീകരിക്കാനും വിശ്വസിക്കാനും താല്പര്യമുള്ള മുസ്ലിമീങ്ങൾ അതനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള റോൾ മോഡൽ നമുക്ക് കാണിച്ചു തന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹ് പറയും ചെയ്തു, ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിൽ, ഉസ്വത്തുൻ ഹസന, ഉത്തമമായ റോൾ മോഡൽ നിങ്ങൾക്കുണ്ട്. എല്ലാവർക്കും ഇല്ല. അടുത്ത വാചകം കേട്ടോളിൻ, ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ, അള്ളാനെയും പരലോകത്തേക്ക് ആഗ്രഹിക്കുന്നവരോടായി പറയണത്, അല്ലാത്തവർക്ക് അവരെ വഴിക്ക് പോകാമെന്ന്. അപ്പം സുഹൃത്തുക്കളെ, ഈ നിയമങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇതിനോടൊക്കെ നമ്മളും ഒരു ചിന്ത, നമ്മളെ മനസ്സിലും അങ്ങനെയൊക്കെ ഒരു നല്ല അദബുകൾ ഉണ്ടായാൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് സൗകര്യമുള്ള ഒരാൾ നിന്ന് ചെരുപ്പ് ധരിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങളുണ്ട് എന്നാണ്. ഇരുന്നിട്ട് ചെരുപ്പ് ധരിക്കുന്നവരും നിന്ന് ചെരുപ്പ് ധരിക്കും, നമ്മുടെ സാധാ സ്ലിപ്പറുകൾ ഇതിൽ പെടാതെ പോകുന്നു എന്നാണ്. അത് തന്നെയും ഒരാൾ ഇരിക്കുകയാണെങ്കിൽ നല്ല തന്നെ. സാധാ സ്ലിപ്പറുകൾ നിന്നുകൊണ്ട് നിഷ്പ്രയാസം ഒരാൾക്ക് തൻ്റെ ഷൂ ഇടാൻ പറ്റും. നിന്നുകൊണ്ട് നിഷ്പ്രയാസം ധരിക്കാവുന്ന നമ്മുടെ സാധാ സ്ലിപ്പറുകളാണ്. അതൊന്നും ഇപ്പോൾ നമ്മൾ ഇരുന്നോളുന്നില്ല. നേരെ മറിച്ച് ഒരാൾക്ക് ഇങ്ങനെ വള്ളി കെട്ടാനുണ്ട്, ഷൂന് വള്ളി കെട്ടാനുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇത് കയ്യൊക്കെ ഇട്ടിട്ട് വേണം അവനക്ക് അതിൽ കാലിൻ്റെ മടമ്പയിൽ കയറ്റണമെങ്കിൽ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരികയാണ്? ഒരു കാലും ഇട്ടിട്ട് മറ്റേ കാല് പൊക്കിയിട്ടാണ് ചെയ്യുക. വീഴാൻ സാധ്യത, ഇടുപ്പല്ലിന് കേടുപറ്റാൻ സാധ്യത, തലയുറ്റൽ വരാൻ സാധ്യത, ബാലൻസ് നഷ്ടപ്പെടാൻ സാധ്യത, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ ഒരു കാല് ഉയർത്തിപ്പിടിച്ച് മറ്റേ കാലിടുമ്പോൾ അവൾ ഔറത്ത് വെളിവാകാൻ സാധ്യത. അപ്പം അതുകൊണ്ട് തന്നെ സൗകര്യം കാണുന്നുണ്ടെങ്കിൽ അത്തരം ഇടങ്ങളിൽ, ഇന്ന് പലയിടങ്ങളിലും പല പള്ളികളിലൊക്കെ ഷൂടാനും സോക്സ് ഇടാനും ഒക്കെ ബെഞ്ചും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉപയോഗപ്പെടുത്തണം. അത് വെറുതെട്ടതല്ല. അങ്ങനെ ശൈലി ഇരുന്ന് ചെയ്താൽ നമുക്ക് അതിൽ കൂലിട്ടും. നമ്മളെ ആരോഗ്യത്തിനും അതാ നല്ലത്. മറ്റേത് കുനിഞ്ഞു നിന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, വള്ളി കെട്ടണം. അപ്പോൾ ഇവിടെ ഊരവേദന ഉള്ളവന് അവനക്ക് പ്രശ്നം ഉണ്ടാവും. കാണാൻ തന്നെ ഒരു അഭംഗി. ഒരു പെണ്ണിങ്ങനെ കുനിഞ്ഞു നിൽക്കണം, കുറേ നേരം നിൽക്കുമ്പോൾ ഒരാണുങ്ങൾ അധികം ഇങ്ങനെ പോവുകയാണ്. എന്ത് വസ്ത്രം ധരിച്ചൊരു പെണ്ണാണെങ്കിലും ആ പെണ്ണ് കുനിഞ്ഞു നിൽക്കുമ്പോൾ അവൾക്കൊരു ശരീരത്തിൽ നിന്ന് അവൾ അറിയാതെ തന്നെ വെളിവാകുന്ന ഒരു ശാരീരികമായ ഒരു ഷേപ്പില്ലേ. എന്തൊക്കെ കാര്യങ്ങൾ ഇസ്ലാം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അതാ പറയുന്നത്, സൗകര്യമുള്ള ഇടത്ത് ഷൂവും സോക്സൊക്കെ ഇടുമ്പോൾ എന്ത് ചെയ്തോളിൻ, ഇരുന്നോളിൻ. ഒരിടത്തേനും സൗകര്യമല്ല, പിന്നെയുള്ള മാതിരി ചെയ്യുക. നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഷൂടാനും ചെരുപ്പിടാനൊന്നും കുനിയേണ്ട ആവശ്യമില്ല. പിന്നെ കാലിൻ്റെ തള്ളവരലയിൽ ഇട്ടിട്ട് ഇങ്ങനെ ആകെ ഇടങ്ങാറാക്കേണ്ട കാര്യമില്ല. നിന്നുകൊണ്ട് തന്നെ നമുക്ക് ധരിക്കാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ചെയ്തോളി, ഒന്നും പ്രശ്നമല്ല. അപ്പം ഇസ്ലാം എന്ത് പറയുമ്പോഴും അതിലൊക്കെ എന്തുണ്ട്? നമുക്ക് ഭൗതികമായും ഗുണങ്ങളുണ്ട്. ആ ഒരു കൽപ്പന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതാണ്, എൻ്റെ മുത്തു മുസ്തഫ പഠിപ്പിച്ച ചര്യയാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ അത് നമ്മുടെ ഹസനാത്തിൻ്റെ പട്ടികകളിൽ മലായിക്കത്തുകൾ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ. ഇപ്പോൾ 3 മര്യാദകളതിൽ നമ്മൾ പഠിച്ചു. ഒന്നിങ്ങനെ പൊട്ടി നടക്കുക, ഒന്നും നടക്കരുത്. പിന്നെ പറഞ്ഞു എന്ത്? നിന്നുകൊണ്ട് ധരിക്കണം. അതിൽ തന്നെ മറ്റൊരു മര്യാദ പഠിച്ചു. ആദ്യം ഏത് കാല് എങ്ങനെ പാദരക്ഷ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, അതാണ് ആ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിലൊക്കെ ഇസ്ലാം നമുക്ക് കൃത്യമായി അതിൽ ഒന്നും നിസ്സാരമായിട്ട് കാണാതെ അതിലൊക്കെ നമുക്ക് അള്ളാഹു നമ്മളറിയാത്ത പല വിധത്തിലുള്ള കാര്യങ്ങളും നിശ്ചയിച്ച് തന്നിട്ടുണ്ടാകും എന്ന് നമ്മൾ കണക്ക് കൂട്ടുകയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ ശ്രദ്ധയുണ്ടാകണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകചര്യകളെ മനസ്സിലാക്കുവാനും അതിന് ജീവിതത്തിൽ വലിയ വില കൽപ്പിക്കുവാനും തയ്യാറാകുന്ന സുമനസ്സുകളിൽ, തഖ്വയുള്ളവരിൽ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്
കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ.